ഘോഷയാത്രയ്ക്കിടയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടൽ നടന്നു. ആസാമിലും ശ്രീനഗറിലും ഏറ്റുമുട്ടൽ നടന്നു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് രാജ്യത്തെ പല ഭാഗങ്ങളിലും മുഹറം സമയത്ത് മുസ്ലിം സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും ഉള്ളവർ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത് തെളിയിക്കുന്നതും. കഴിഞ്ഞ ദിവസം ആസാംഗഡിൽ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ അനാവശ്യമായി ആഘോഷങ്ങൾക്ക് മറവിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ ബുൾഡോസർ നടപടി തന്നെ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആസാംഗഡ് ജഹാംഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭുജി ഗ്രാമത്തിലാണ് ഇപ്പോൾ സംഭവം നടന്നത്. മുഹറത്തിനായുള്ള താജിയ ഘോഷയാത്രയെ ചൊല്ലി തന്നെ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ തമ്മിലാണ് സംഘർഷമുണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. രാത്രി 11:30 തന്നെ ആരംഭിച്ച സംഘർഷത്തിൽ ഇരുവിഭാഗവും വടക്കും അതുപോലെ തന്നെ ഇക്കാര്യം മൂർച്ഛിക്കുകയും അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്പരം ആക്രമിക്കുകയും കല്ലെറിയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഷഹാബുദ്ദീൻ ഉൾപ്പെടെ തന്നെ ഒരു ഭാഗത്തു നിന്നുള്ള 3 പേരും മറുഭാഗത്തു നിന്ന് മുക്താർ അൻസാരി ഉൾപ്പെടെ 4 പേർക്ക് അവർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരസ്പരം മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം 2 ഗ്രൂപ്പുകളും ഏറ്റുമുട്ടിയെന്ന് ആസാംഗഡ് പോലീസ് പറയുന്നു. പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതും. ആക്രമണത്തിന്റെ 2 ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തങ്ങൾ താസിയ ഘോഷയാത്രയിൽ സമാധാനപരമായി പങ്കെടുത്തപ്പോഴാണ് സാഹിൽ സമീർ എന്ന സദ്ദാം അതുപോലെ തന്നെ മറ്റ് കുറെ ഗ്രൂപ്പുകൾ അടങ്ങുന്നവർ തങ്ങളെ ആക്രമിച്ചതെന്നും ഇവർ പരാതിയിൽ പറയുന്നു. അതേസമയം മുഹറം ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടായ നിയമലംഘനത്തിൽ ശ്രീനഗർ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. MA റോഡിൽ ഉണ്ടായ മുഹറം ഘോഷയാത്രയ്ക്കിടെ ചില വ്യക്തികൾ മനഃപൂർവ്വം തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തു. ഈ പ്രവർത്തനങ്ങൾ അശാന്തി ഉണ്ടാക്കുവാനും പൊതുക്രമസമാധാനം തകർക്കുന്നതിനും സാമുദായിക ഐക്യം തകർക്കുന്നതിനും രാജ്യസുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്താൻ ഉദ്ദേശിച്ചതായിരുന്നുവെന്നും ശ്രീനഗർ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതനുസരിച്ച് നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ഇവർ പോലീസ് സ്റ്റേഷനിൽ FIR നമ്പർ 41/2025 എന്ന ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ വർഷം നടന്ന മുഹറം ഘോഷയാത്രയ്ക്കിടെ കലാപമുണ്ടാക്കുകയും കല്ലെറിയുകയും ചെയ്ത തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ബുൾഡോസർ നടപടിയാണ് യോഗി സർക്കാർ സ്വീകരിച്ചത്. UPയിലെ ബറേലി മുഹറം ഘോഷയാത്രയ്ക്കിടെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് ഉണ്ടായതും. പ്രാദേശിക ഹിന്ദുക്കൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ കല്ലെറിഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ തേജ്പാൽ എന്നയാൾ മർദ്ദനമേറ്റ് തന്നെ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കേസിൽ 2 പ്രധാന പ്രതികൾക്കെതിരെ പോലീസ് ബുൾഡോസർ നടപടി എടുക്കുകയാണ് ചെയ്തത്. ഇവരുടെ വീടുകൾ തകർക്കുകയും ചെയ്തു. കൂടാതെ ഈ കേസിൽ ഇതുവരെ 35 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും 100 കണക്കിന് ഇസ്ലാമിസ്റ്റുകൾ ഒത്തുകൂടി ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിച്ചതായ റിപ്പോർട്ടുകളാണ് അന്ന് പുറത്തു വന്നതും. കലാപകാരികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ ഹിന്ദു ഭവനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസുമായും വാക്കേറ്റമുണ്ടായി. കലാപത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ 24-കാരനായ തേജ്പാൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ തന്നെയാണ് മരണപ്പെട്ടതും. 2 പ്രധാന പ്രതികളായ അലങ്കീർ അതുപോലെ നിസാഖത്ത് എന്നിവരുടെ വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യോഗി സർക്കാർ തകർത്തു കളഞ്ഞതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.